അയാൾ അങ്ങനെ രാധിക സാറിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് തന്നെയാണ് എൻ്റെ അമ്മ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ തെളിവല്ല ചോദിച്ചത്, അപ്പോൾ ആ തെളിവുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ തന്നെ വരുന്നുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ വരുണും പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ വെട്ടിപ്പിടിച്ചും കള്ളത്തരത്തിലൂടെ ഉള്ള ഈ വിജയം എന്ന് പറയുന്നത് ഒരു കാലത്തും ഇങ്ങനെ നിന്നു പോകുമെന്നുമില്ല, അതൊക്കെ ഒരിക്കലും ഇല്ലാതാകും, അതൊക്കെ ഞങ്ങൾ കാത്തിരിക്കുക തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊരു വാണിംഗും കൊടുത്ത് ഇനി തെളിവുമായിട്ട് തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് പോവുകയാണ്. അപ്പോൾ പിന്നെ ഈ സേറയ്ക്ക് ഭയങ്കരമായിട്ട് ചുമയൊക്കെ വരികയാണ്, കാരണം അവൾ ആ കഴുത്തിന് പിടിച്ച് ഞെരുക്കിയതിൻ്റെ എല്ലാ റിയാക്ഷനും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ പിന്നെ ഈ ചന്ദ്രശേഖരനെ പെട്ടെന്ന് തന്നെ ഒരു കപ്പിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് അവൾക്ക് അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സാർ അങ്ങനെ പറയുന്നുണ്ട്, അവർ രണ്ടുപേരും എൻ്റെ ഓഫീസിലേക്ക് പോലീസിനെ കൊണ്ടാണ് വന്നത്, അതും എന്നെ അറസ്റ്റ് ചെയ്യാനും. ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാറൊക്കെ ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത ഒരു തെറ്റ് തന്നെയാണ് അവർ ചെയ്തത്. അതിനുള്ള ശിക്ഷ എന്തായാലും അവർ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. സേറയുടെ പ്രതികാരം എന്താണെന്ന് ഇനി അവർ രണ്ടുപേരും അറിയാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളുടെ ആ ഒരു പക മുഴുവനും അങ്ങനെ കാണിക്കുകയാണ്. പിന്നെ ബെഞ്ചമിന് നമ്മുടെ ശ്യാമനെ ആകെ രൂപമാറ്റമൊക്കെ വരുത്തി ഒരു ആശ്രമത്തിലേക്ക് അങ്ങ് കൊണ്ടുവരികയാണ്. അപ്പോൾ ആശ്രമത്തിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് അവളെ അങ്ങ് ഇറക്കുകയാണ്. അപ്പോൾ ഈ ബെഞ്ചമിനെ കാണുന്ന സമയത്ത് അവിടെയുള്ളൊരു സ്ത്രീ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ബെഞ്ചമിനാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അതെ എന്നൊക്കെ പറയണേ, എന്നാൽ ആളെയും കൂട്ടി വന്നോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ ശ്യാമനെയും കൊണ്ട് അങ്ങനെ അവിടെ ആ ആശ്രമത്തിനകത്തേക്ക് അങ്ങ് പോവുകയാണ്. അവരതിനകത്തുള്ള ഒരു സ്വാമിജിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങ് കയറി പോവുകയാണ്. അപ്പോൾ അയാളുടെ റൂമിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് ഈ ഒരു ചേച്ചി പറയുന്നുണ്ട്, നിങ്ങളിവിടെ നിൽക്കും, ഞാനൊന്ന് സ്വാമിജിനെ കണ്ടിട്ട് വരാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവരകത്തേക്ക് അങ്ങ് കയറി പോവുകയാണ്. ആ സമയത്തൊക്കെ ശ്യാമക്ക് ഒരു ബോധമൊന്നും ഇല്ലാതെ വേറൊരു ലോകത്ത് അങ്ങ് ജീവിക്കുന്നത് പോലെയാണ്, ഒരു മാനസിക അസ്വസ്ഥമുള്ള ഒരാളായി മാറിയിട്ടുണ്ട് എന്തായാലും ശ്യാമ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ബെഞ്ചമിന് അവന് ഭയങ്കര ഒരു സന്തോഷമൊക്കെ ഇങ്ങനെ അവൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ മാറി മറിയുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചി ആ സ്വാമിജിനെ കണ്ടിട്ട് പുറത്തേക്ക് അങ്ങ് വന്നിട്ട് ഈ ബെഞ്ചമിനോട് അകത്തേക്ക് പോയിക്കോളൂ എന്നങ്ങനെ പറയാണ്. അപ്പോൾ ഈ ബെഞ്ചമിന് ശ്യാമനെ കൊണ്ട് അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കാണുന്ന സമയത്ത് സ്വാമിജി അവരുടെ മുന്നിൽ അങ്ങ് ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ സ്വാമിജി ഇവരോട് പറയുന്നുണ്ട്, മാനസിക അസ്വസ്ഥത എന്ന് പറയുന്നത് അതിൻ്റെ മരുന്ന് എന്ന് പറയുന്നത് അത് ജീവിതം തന്നെയാണ്. പക്ഷേ ഇവിടെ മാനസികാസ്വസ്ഥതന് കാര്യമായിട്ട് ഇങ്ങനെ ചികിത്സകളൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ ചികിത്സ എന്ന് പറയുന്നത് അത് ജീവിതം തന്നെയാണ്. ഇങ്ങനെ ജീവിച്ചു പോകുക, ജീവിതം നന്നായിട്ട് ആസ്വദിക്കുക, ആ ജീവിതത്തിനുടനീളം തന്നെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞ ദൈവത്തിലേക്കും കൂടി അങ്ങ് സമർപ്പിക്കണം. അങ്ങനെയുള്ള ജീവിതത്തിൽ മാനസികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അങ്ങനെ മാറി കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ബെഞ്ചമിന് പറയുന്നുണ്ട്, ഇത് എൻ്റെ അനിയത്തിയാണ്, അവളെ ഞങ്ങൾ ഒരുപാട് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയി, പക്ഷേ എവിടെ നിന്നും ഒരു പ്രയോജനം വന്നിട്ടില്ല. ഇവൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായിട്ട് ഞങ്ങൾ ഒരുപാട് ചികിത്സകളൊക്കെ ശ്രമിച്ചതാണ്. അവസാനത്തെ പ്രതീക്ഷ എന്നാണ് ഞാൻ ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഇവളുടെ പേര് ഏഞ്ചൽ മരിയ എന്നാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇയാളിങ്ങനെ പറയുന്നുണ്ട്, അവസാന പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിലായിരിക്കണം, നമ്മുടെ അവസാന പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ദൈവത്തിലേക്ക് അങ്ങ് സമർപ്പിക്കുക, ദൈവത്തിലേക്ക് നമ്മുടെ ഈ ജീവിതം തന്നെ അങ്ങ് മാറ്റി വെക്കുക. അപ്പം ദൈവം തന്നെ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണും എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെയുള്ള ചെറിയ സിദ്ധാന്തങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം ഇയാളിങ്ങനെ പറയുന്നുണ്ട്, അല്ല ഇവർ ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ട്, നല്ലൊരു ആത്മബന്ധം പോലെ എന്നൊക്കെ ഇങ്ങനെ ഇയാൾ പറയാണ്. അപ്പോൾ ഈ ബെഞ്ചമിൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇവളെ അങ്ങനെ കണ്ട പരിചയമൊന്നും ഉണ്ടാവില്ല, കാരണം ഇവളങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തൊരു ടൈപ്പാണ്, അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്തിറങ്ങാറൊന്നുമില്ല, അതുകൊണ്ട് ഇവളങ്ങനെ ആരും കാണാനുള്ള ചാൻസ് ഒന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, എന്തോ എനിക്കങ്ങനെ തോന്നി, നല്ല പരിചയമുള്ള ഒരാളെ പോലെ ഇങ്ങനെ തോന്നി എന്നൊക്കെ ഇങ്ങനെ ഇയാളങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഇയാൾ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ ഒരുപാട് ശുപാർശയ്ക്ക് ശേഷമല്ല ഇവിടെ എത്തിയത്, അതുകൊണ്ട് നിങ്ങളെ കൈ ഒഴിയാനും വയ്യ, നിങ്ങൾ എന്തായാലും ഇവളെ ഇവിടെ തന്നെ നിർത്തിക്കോളൂ എന്നൊക്കെ ബെഞ്ചമിനോട് പറയുന്നുണ്ട്. അപ്പം ബെഞ്ചമിന് താങ്ക് യു സാർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് അവളെ അവിടെ ആക്കിയിട്ട് അങ്ങ് പോവുകയാണ്. എന്നിട്ട് ഇവൻ ഈ ആശ്രമത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നേരെ ഈ ചന്ദ്രശേഖരൻ അങ്ങ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രശേഖരനെ വിളിക്കുന്ന സമയത്ത് ചന്ദ്രശേഖരൻ്റെ കൂടെ എന്തായാലും സേറയും ഉണ്ട്. അപ്പോൾ അവൻ ഫോൺ എടുക്കുന്ന സമയത്ത് ഈ ബെഞ്ചമിൻ പറയുന്നുണ്ട്, ചന്ദ്രശേഖരൻ സർ, ലോക പ്രശസ്തിയായിട്ടുള്ളൊരു ഗായികയുടെ പേര് ഇപ്പം മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത്, ഏഞ്ചൽ മരിയ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവന് ഭയങ്കരമായിട്ട് അട്ടഹസിച്ച് അങ്ങ് ചിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രശേഖരനും അത് കേട്ടിട്ട് ഏഞ്ചൽ മരിയ പേര് നല്ല കൊള്ളാലോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ ബെഞ്ചമിൻ പറയുന്നുണ്ട്, ലോകത്തിലുള്ള കോടാനുകോടി ആളുകൾ ആരാധിക്കുന്ന ഒരു ഗായികയാണ് ഇപ്പോൾ പേര് മാറി ഒരു പാട്ട് പോലും മൂളാൻ അറിയാതെ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്, ഇനി അവരൊരു പാട്ട് പോലും മൂളില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ അവിടെ നട്ടഹസിച്ച് അങ്ങ് ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അല്ല അവിടെ സേഫ് ആയിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ബെഞ്ചമിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ഇവിടെ സേഫ് തന്നെയാണ്, ഒരു പേടിയും പേടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ ഈ ചന്ദ്രശേഖരനോട് അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, എന്തായാലും നന്നായിട്ട് സൂക്ഷിക്കണം, അവിടെ തന്നെ നിൽക്കുന്ന ആ ഒരു കാര്യത്തിൽ എന്തായാലും ഒരു പ്രശ്നങ്ങളും ഇല്ലാതൊക്കെ നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ സേറൻ ഫോം വാങ്ങിയിട്ട് ഈ ബെഞ്ചമിനോട് പറയുന്നുണ്ട്, ബെഞ്ചമിൻ, നമ്മളിപ്പം ഈ ഉണ്ടാക്കി വെച്ച് ഈ ചീട്ടുകൊട്ടാരം ഒന്നാകെ തകർന്നു പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം മതി, അതുകൊണ്ട് അങ്ങനെ
ഒന്നും സംഭവിക്കാതെ നോക്കണം, അവിടെ മറ്റൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവിടെ അവൾക്കുള്ള ഒരു സേഫ്റ്റി നീ ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ സാറ ബെഞ്ചമിനോട് പറയുന്നുണ്ട്. അപ്പം ബെഞ്ചമിൻ പറയുന്നുണ്ട് അക്കാര്യത്തിൽ യാതൊരു പേടിയും വേണ്ട, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. എന്നിട്ട് ഇവരിങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ഏഞ്ചൽ മരി എന്ന് പറയുന്ന പേര് എന്തായാലും അടിപൊളി തന്നെയാണ് അല്ലേ ചന്ദ്രശേഖര എന്നൊക്കെ ഇങ്ങനെ സാറ ഈ ചന്ദ്രശേഖരനോട് അങ്ങ് പറയാണ്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് അത് ശരിയാണ്, പേര് അന്വേഷിക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചപ്പോൾ ഇത്രയും നല്ലൊരു ഭംഗിയുള്ളൊരു പേര് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ഞാൻ അന്ന് ആ അമൃതനെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവരെ കൊന്നു കഴിഞ്ഞപ്പോൾ ഇവരെയും കൂടി അന്ന് കൊന്നു കളഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചതായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല, കാരണം കോടാനുകോടി സ്വത്തുക്കളുടെ അവകാശിയാണ് ആ കിടക്കുന്നത്. അവരെങ്ങാനും കൊന്നു കളഞ്ഞാൽ അവരുടെ ആ കോടാനുകോടി സ്വത്തുക്കൾ മൊത്തം അനാദിയായി പോകും, പിന്നെ മറ്റാർക്കും കിട്ടാതെ അങ്ങനെ പോകും. അപ്പോൾ അവസാനം അത് ഗവൺമെൻറ്റിലേക്ക് അങ്ങ് നീങ്ങിപ്പോകും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അവരുടെ ആ കോടാനുകോടി സ്വത്തുക്കൾ എന്തായാലും ആസ്വദിക്കാനുള്ളത് നമ്മളാണ്, നമ്മുടെ കയ്യിലേക്കാണ് ആ സ്വത്തുക്കൾ മൊത്തം വരേണ്ടത്. അങ്ങനെ നമുക്കാണ് ആ ജീവിതം ആസ്വദിക്കേണ്ടത്. അവരുടെ സ്വത്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ആ പാവം ഇത്രയും കോടാനുകോടി സ്വത്തുക്കൾ ഉണ്ടായിട്ട് എന്താ കാര്യം, അത്രയും കൂട്ടി വെച്ച് സമ്പാദിച്ചിട്ട് എന്ത് കാര്യം ഉണ്ടായത്, ഒരു കാര്യം ഉണ്ടായില്ല, അതൊന്നും അനുഭവിക്കാനുള്ള യോഗ അവർക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് അട്ടഹസിച്ച് അങ്ങ് ചിരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ആണെങ്കിൽ ആ ആശ്രമത്തിൽ ഇവളിങ്ങനെ കിടന്നുറങ്ങുകയാണ് നമ്മുടെ ശ്യാമ. അവിടെ ഇങ്ങനെ ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ അവർ സ്വപ്നമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് അവർ രണ്ടുപേരും ആ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നതും അവർ പുറത്തേക്ക് ഇറങ്ങുന്നതും, അതുപോലെ ബെഞ്ചമിൻ്റെ കൂട്ടാളികൾ ആ റോഡിൽ നിന്ന് അവരെ പിടിച്ചതും, അവരുടെ ആ ഒരു സംഭവ വികാസങ്ങൾ മൊത്തം ശ്യാമയുടെ ഈ സ്വപ്നത്തിലേക്ക് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അവർ ആ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമൃതനെ ആ കുത്തുന്ന ആ ഒരു രംഗം കൂടി അവർ സ്വപ്നത്തിൽ അങ്ങ് കാണുന്ന സമയത്ത് അമൃത എന്നൊക്കെ പറഞ്ഞിട്ട് ഞെട്ടി അങ്ങ് എണീക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ ഉറക്കെ ബഹളം വെച്ച് ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ അവിടെയുള്ള ആശ്രമത്തിലുള്ള ബാക്കിയുള്ള ആളുകളും ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കുന്ന ആ ഒരു ചേച്ചിയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റി എന്നൊക്കെ ഇവരോട് അങ്ങ് ചോദിക്കാണ്. അപ്പോൾ ഈ ശ്യാമ അവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, അമൃത എവിടെയാണ്, അമൃതനെ കണ്ടില്ലല്ലോ, അവളിപ്പോൾ വരും എന്നെ അന്വേഷിച്ചിട്ട്, അമൃത എവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ അവരൊരു ഭ്രാന്തിയെ പോലെ അങ്ങനെ സംസാരിക്കാണ്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, വീണേ അമൃത ഇപ്പോൾ വരും കേട്ടോ, അവർ വരുമ്പോൾ എന്നെ വിളിക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അല്ല നിങ്ങളൊക്കെ ആരാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഒരു മാനസിക അസ്വസ്ഥതയുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ശ്യാമ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ബന്ധവുമില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നതായിട്ടാണ് മറ്റുള്ളവർക്ക് തോന്നുന്നത്. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, അമൃത അന്വേഷിച്ചിട്ട് എന്നെ ഇപ്പോൾ വരും, അവരിപ്പോൾ വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ഭ്രാന്തിനെ പോലെ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് മറ്റുള്ളവർക്കൊക്കെ ഇവർക്ക് ശരിക്കും ഭ്രാന്താണ് എന്നുള്ള രീതിയിലാണ് ബാക്കിയുള്ളവരൊക്കെ നോക്കി കാണുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന മറ്റൊരു സ്ത്രീ ഉണ്ട്, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ത്രീ. അവരങ്ങോട്ട് അങ്ങ് കയറി വരുന്നുണ്ട്. എന്താ ഇവിടെ പ്രശ്നം എന്നൊക്കെ അങ്ങനെ ചോദിച്ചിട്ട് അങ്ങ് കയറി വരികയാണ്. അപ്പോൾ ഈ ചേച്ചി പറയുന്നുണ്ട്, എന്താ അറിയില്ല, എന്തോ സ്വപ്നം കണ്ടതാണെന്നാണ് തോന്നുന്നത്, എണീറ്റ് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സ്ത്രീ അങ്ങ് ഉറക്കെ പറയുന്നുണ്ട്, അവിടുത്തെ ഒരു കാര്യസ്ഥയായിട്ടുള്ളൊരു സ്ത്രീയാണ്. അവരിങ്ങനെ പറയുന്നുണ്ട്, ഇവിടെ എന്ന് പറഞ്ഞത് കിടന്നിറങ്ങാനുള്ള സമയമാണ്, രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം പ്രാർത്ഥനയ്ക്ക്, അതിന് മുന്നേ ഇവിടുന്ന് കിടന്നുറങ്ങുക, അല്ലാതെ മറ്റൊരു പരിപാടി ഉണ്ടാകാൻ പാടില്ല, ബഹളങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, എല്ലാവരും പോയിക്കോളൂ അവരുടെ റൂമിലേക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മറ്റുള്ളവരൊക്കെ അങ്ങ് പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ചേച്ചിനോട് പറയുന്നുണ്ട്, സ്നേഹ എന്തായാലും നീ ഇവരുടെ കൂടെ അങ്ങ് നിന്നോ ഇന്ന്, കാരണം ഇന്ന് ആദ്യമായിട്ട് വന്ന ദിവസമല്ലേ, അപ്പോൾ ആ ഒരു പരിചയക്കേട് മൊത്തം ഉണ്ടാകും, അതുകൊണ്ട് നീ ഇവരുടെ കൂടെ ഇന്ന് അങ്ങ് നിന്നോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ആ കാര്യസ്ഥയായിട്ടുള്ള സ്ത്രീ അവിടെ നിന്ന് അങ്ങ് പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ അടുത്തിരിക്കുന്ന സമയത്ത് ഈ ശ്യാമ പറയുന്നുണ്ട്, ഈ ചേച്ചിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, അതേ ഈ അമൃത എന്നെ അന്വേഷിച്ച് വരും, അപ്പം എന്നെ വിളിക്കണം കേട്ടോ, ഞാൻ ഉറങ്ങാം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങനെ കിടന്ന് അങ്ങനെ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഞാൻ വിളിക്കാം എന്നൊക്കെ ഇങ്ങനെ ഈ ചേച്ചി പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരങ്ങനെ ഉറങ്ങാണ്. പിന്നെ ആറ്റുവാശ്ശേരിയിലാണെങ്കിൽ ഈ രാധിക അവരുടെ കുട്ടികളോടൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് അവൾക്ക് അവളുടെ അമ്മനെ കുറിച്ചുള്ള ഒരു പാട്ടാണ് അവൾ പാടിയത്. അപ്പോൾ ആ ഒരു പാട്ട് പാടി കഴിഞ്ഞതിന് ശേഷം അവൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇവൾ കരയുന്നത് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ ടീച്ചറോ കരയാണോ, അമ്മനെ ആലോചിച്ചിട്ടാണ് കരയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ അവളോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് അവർക്കൊരു സ്വബോധം തിരിച്ചു വരുന്നത്. കാരണം കുട്ടികളുടെ മുന്നിൽ ഇരുന്നിട്ടാണ് ഈ കരയുന്നത് എന്നുള്ളൊരു ധാരണ അവൾക്കങ്ങ് വരുന്നത്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ അമ്മനെ കുറിച്ചിട്ട് അങ്ങനെ ചിന്തിച്ച് കരഞ്ഞതാണ്. നമ്മുടെ ഈ ലോകത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള പേരെന്താണെന്നറിയോ, അത് അമ്മ എന്നുള്ള പേരാണ്. അമ്മയാണ് നമ്മുടെ ഒരു ദൈവതുല്യമായിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദൈവത്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഈ കുട്ടികളോട് ഇങ്ങനെ ചോദിക്കാണ്. അപ്പോൾ ഈ കുട്ടികൾ പറയുന്നുണ്ട്, ഇല്ല കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം.
അപ്പോൾ ഈ രാധിക ഇങ്ങനെ പറയുന്നുണ്ട്, അത് പിന്നെ ഈ ദൈവതുല്യമായിട്ടുള്ള ഒരു ആൾ തന്നെയാണ് അമ്മ. അത് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് അമ്മ തന്നെയാണ്. അമ്മയെപ്പോലെ മറ്റൊരാളും ഇവിടെ ലോകത്തില്ല. ഏറ്റവും നമുക്ക് നന്മ ആഗ്രഹിക്കുന്നത് മുഴുവനും നമ്മുടെ അമ്മ മാത്രമായിരിക്കും. നമ്മൾ ഒരിക്കലും അമ്മനോടും അച്ഛനോടൊന്നും പിണങ്ങാൻ പാടില്ല കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും അമ്മനോടൊക്കെ പിണങ്ങി നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്തൊന്നും നമ്മുടെ അമ്മക്ക് ഉറക്കം പോലും വരാതെ അവിടെ ഉറങ്ങാതെ ഇരിക്കുന്നുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അമ്മനോട് പിണങ്ങാനോ വാശി കാണിക്കാനോ ഒന്നിനും പാടില്ല. അവരെ നമ്മൾ ഒരുപാട് സ്നേഹിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മാതാപിതാക്കളെ എങ്ങനെ മാത്രം സ്നേഹിക്കണം എന്നൊക്കെ ഈ കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അവളിങ്ങനെ കരയുന്നൊക്കെ ഉണ്ട്. അവൾക്ക് അവളുടെ അമ്മനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്നുള്ള ഒരു ശ്രമത്തിൽ അവളിങ്ങനെ അവളുടെ ആ ഒരു മാനസികാവസ്ഥ മൊത്തം അവളുടെ ആ കുഞ്ഞുങ്ങളോട് അങ്ങ് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും അവളിങ്ങനെ കാറിലൂടെ ഒരു അമ്പലത്തിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ അവിടെ അങ്ങനെ പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിലേക്ക് കുറച്ച് അങ്ങനെ നടന്ന് പോകാനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങ് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരങ്ങനെ നടക്കുകയാണ്. പ്രിയങ്കയുടെ കയ്യിലുള്ള ആ ബാൻഡേജ് മൊത്തം അയച്ച് കൈയൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇനി ഒരു അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ട് വരാം എന്നുള്ള മട്ടിലാണ് ഇവർ ഈ അമ്പലത്തിലേക്ക് അങ്ങ് പോകുന്നത്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സിനിമയുടെ ഷൂട്ടിങ് കുറച്ച് കാലം മുടങ്ങിയിരിക്കുകയായിരുന്നു. ഇനി ആ മുടങ്ങിയൊക്കെ ഒന്ന് റെഡിയാക്കണം, ഇനി ഷൂട്ടിങ് എന്തായാലും തുടങ്ങണം എന്നൊക്കെ ഇങ്ങനെ ഈ പ്രിയങ്കനോട് ഈ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്. എന്നിട്ട് ഈ സുകുമാരി മുത്തശ്ശി അവളോട് ചോദിക്കുന്നുണ്ട്, അല്ലടി നീ എന്തിനാ ഈ കൈ ഒടിഞ്ഞ സമയത്തൊന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇരുന്നത്, ഷൂട്ടിംഗ് ലൊക്കേഷനിലൊന്നും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ തന്നെ കൂടിയിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, അതേ ഈ കൈ ഒടിഞ്ഞു ബാക്കിയുള്ളവരുടെ മുന്നിലേക്ക് വരാനുള്ള ഒരു നാണക്കേട് കൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ ഇവൾ പറയാണ്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും ഇനി ഷൂട്ടിങ് തുടങ്ങിയില്ലേ, ഈ നമുക്ക് അവരുടെ ഉള്ള ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോയിട്ട് അവരെ മൊത്തത്തിലൊന്ന് ഭരിച്ച് അവരെയൊക്കെ ഒന്നൊരു പാഠം പഠിപ്പിക്കാനൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ഈ സുകുമാരി മുത്തശ്ശി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയങ്ക ഇങ്ങനെ ചിരിച്ചിട്ട് അത് തന്നെ വേണം എന്നുള്ള മട്ടിൽ അവളിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഇവൾ പറയുന്നുണ്ട്, അല്ല നമ്മുടെ ഷൂട്ടിങ് കുറച്ച് ദിവസം മുടങ്ങിയോണ്ട് ഒരുപാട് പൈസക്ക് നഷ്ടം ഉണ്ടാകും. ഇനി അവർ ആ ബില്ലൊക്കെ എഴുതി കൈ തരുന്ന സമയത്തായിരിക്കും നമ്മുടെ കണ്ണ് തള്ളാൻ പോകുന്നത്. അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, നമ്മുടെ കണ്ണ് അപ്പോഴായിരിക്കും തള്ളുന്നത്. ഇത്രയും ഷൂട്ടിങ് മുടങ്ങി കിടന്നുകൊണ്ട് പൈസക്ക് ഇതൊക്കെ നഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി അറിയുന്നുണ്ട്, അല്ലടി സാധാരണ ഈ സിനിമാ നടിമാർക്ക് ഒരു പനി വന്നാൽ തന്നെ അവർ പത്രക്കാരെ എല്ലാവരും വിളിച്ചു കൂട്ടി അറിയിച്ചിട്ട് അതൊരു വലിയ വാർത്തയാക്കി മാറ്റുമല്ലോ, നീ എന്താ അതൊന്നും ചെയ്യാഞ്ഞത്, നിൻ്റെ കൈ ഒടിഞ്ഞതിന് ആ ഒരു സമയത്ത് നമുക്കും പത്രക്കാരൊക്കെ വിളിച്ച് അങ്ങ് അറിയിച്ചുകൂടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, മുത്തശ്ശി അതിനുള്ള സമയമായിട്ടില്ല, അതിനുള്ള സമയമാവണമെങ്കിൽ ഈ സിനിമ അങ്ങ് റിലീസായി ഞാൻ കുറച്ചുകൂടി ഒന്ന് ഫേമസ് ആയിരിക്കണം. അപ്പം നമുക്ക് എന്തായാലും ഞാൻ കുറച്ചുകൂടി ഫേമസ് ആയി കഴിഞ്ഞാൽ ഒരു ചെറിയ പനിയോ തലവേദന എന്ത് വന്നാലും നമുക്ക് എല്ലാ മീഡിയാസിനൊക്കെ വിളിച്ചിട്ട് നമുക്ക് വലിയ വാർത്തയാക്കിയിട്ടൊക്കെ കൊടുക്കുക. പക്ഷേ ഇപ്പം അതിനുള്ള സമയമായിട്ടില്ല എന്നൊക്കെ അങ്ങനെ ഈ പ്രിയങ്ക മുത്തശ്ശിനോട് പറയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, മുത്തശ്ശി ഞാൻ എൻ്റെ കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റർ അയച്ചു മാറ്റിയിട്ട് ആദ്യം തന്നെ ഈ അമ്പലത്തിലേക്ക് വരണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. അപ്പോൾ ഈ സുകുമാര മുത്തശ്ശി അറിയുന്നുണ്ട്, അല്ല കൈ ഒടിഞ്ഞതൊക്കെ റെഡി ആയതുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് നന്ദി പറയാൻ വേണ്ടി പോകുന്നതല്ലേ എന്നൊക്കെ അങ്ങനെ ചോദിക്കാണ്. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, അതൊന്നും അല്ല, എനിക്ക് മറ്റൊരു കാര്യം ഇവിടെ ചെയ്യാനുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഇങ്ങോട്ട് കാര്യമായിട്ട് വന്നത് രാധികയില്ലേ, ആ രാധികയ്ക്ക് നല്ലൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയെങ്കിലും ആ പൂജാരനോടൊക്കെ പറഞ്ഞിട്ട് രാധികയ്ക്ക് എന്തെങ്കിലും വലിയ അപകടം പറ്റാനുള്ള എന്തെങ്കിലും ഒരു പൂജ ഉണ്ടാകുന്നൊക്കെ ചോദിക്കണം. എന്നിട്ട് അവളുടെ ആ ഒരു കയ്യും കാലൊക്കെ ഒടിഞ്ഞ് അവൾ അങ്ങ് ഇല്ലാതാവണം, അവൾ അങ്ങ് നശിച്ചു പോകണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാര്യമായിട്ട് ഇങ്ങോട്ട് വന്നത്. എനിക്ക് എന്തൊരു ആപത്ത് വന്നാൽ അതിൻ്റെ പിന്നിൽ മൊത്തം അവളായിരിക്കും. അവളുടെ ഒരു കൈ ഇല്ലാത്ത ഒരു അപകടം നമുക്കില്ലല്ലോ എന്നൊക്കെ അങ്ങനെ ഇവൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, അത് ശരിയാടി മോളെ, നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിൻ്റെ തൊട്ട് പിന്നിൽ ഇവളും കൂടി ഉണ്ടാവും. ഇവൾ കാരണമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവൾ തന്നെ ഇല്ലാതാകണം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇവിടെ എന്തായാലും അങ്ങനെയുള്ളൊരു പൂജ ഉണ്ടാകുമെന്ന് എന്നൊക്കെ ഇങ്ങനെ ഈ സുകുമാരി മുത്തശ്ശി പറയുകയാണ്. അപ്പോൾ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ ആദിവാസികളൊക്കെ ഉണ്ടാവില്ല, ആദിവാസികളുടെ ഇടയിലൊക്കെ ഉണ്ടാവും ഇതുപോലെയുള്ള ഏതെങ്കിലും കൂടോത്ര മന്ത്രവാദമൊക്കെ ചെയ്യുന്ന ആളുകൾ. അതെന്തായാലും നമുക്ക് ആ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറോട് ചോദിച്ചു നോക്കാം, അയാൾക്ക് വേണമെങ്കിൽ അറിയായിരിക്കും. അപ്പോൾ അയാളോട് ചോദിച്ച് നമുക്ക് അങ്ങോട്ട് പോകാം, എന്നിട്ട് വല്ല കൂടോത്രം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവളുടെ ജീവിതം നമുക്കൊന്ന് നശിപ്പിക്കണം. അവൾ അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ട, അവളുടെ നാശം തന്നെയാണ് എനിക്ക് കാണേണ്ടത്. എന്തായാലും വാ നമുക്ക് പോയി നോക്കാം അമ്പലത്തിലേക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങനെ രാധികനെ അങ്ങനെ ഒരുപാട് അങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ്. അപ്പോൾ പോകുന്നതിൻ്റെ ഇടയിൽ ഈ പ്രിയങ്ക അവളുടെ ആ ഒരു പാവാടയിൽ അങ്ങ് ചവിട്ടി വീണ്ടും അങ്ങ് താഴേക്ക് അങ്ങ് വീഴാണ്. അപ്പോൾ അവളങ്ങ് വീണ്ടും അങ്ങ് നിലവിളിക്കണം, അയ്യോ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വീണ്ടും അങ്ങ് താഴെ നിലം പതിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഈ മുത്തശ്ശി പെട്ടെന്ന് തന്നെ പ്രിയങ്കമോളെ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അങ്ങ് പിടിച്ച് എഴുന്നേൽപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അവൾക്ക് അങ്ങ് എഴുന്നേൽക്കാൻ കൂടി കഴിയുന്നില്ല. അവളുടെ കൈ ഭയങ്കരമായിട്ട് പെയിനൊക്കെ വന്നിട്ട് അവൾ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബഹളം കണ്ടിട്ട് അവിടെ അടുത്തുള്ള സ്ത്രീകളെല്ലാവരും കൂടിയിട്ട് അങ്ങ് ഓടി വരുന്നൊക്കെ ഉണ്ട്.
എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അപ്പോൾ നോക്കുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് കരച്ചിലാണ്. അപ്പോൾ അവിടെ ഒരാളിങ്ങനെ പറയുന്നുണ്ട്, അവരുടെ കൈ ഒടിഞ്ഞു എന്നാണ് തോന്നുന്നത്, നല്ല പെയിനുണ്ട്, നിങ്ങൾ എന്തായാലും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചോളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സുകുമാരമുത്തശ്ശി ഈ പ്രിയങ്കനെ എടുത്തുകൊണ്ട് വീണ്ടും അങ്ങ് വണ്ടിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകണം. അവളുടെ കൈ വീണ്ടും ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രിയങ്ക ഇങ്ങനെ പറയുന്നുണ്ട്, അവളുടെ പേരെടുത്ത അപ്പം തന്നെ നമുക്ക് വീണ്ടും പ്രശ്നം വന്നിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വണ്ടിയിൽ അങ്ങ് കയറ്റിയിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ സുകുമാരമുത്തശ്ശി പറയുന്നുണ്ട്, അവളുടെ പേരെടുത്ത് നാവിന്ന് അങ്ങ് വന്നപ്പോത്തിന് വീണ്ടും പ്രശ്നമായി, വല്ലാത്തൊരു അസത്ത് തന്നെയാണ് അത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ രാധികനെ വീണ്ടും ബ്രാഗാണ് അവർ. ആ രാധിക കാരനാണ് അവൾ താഴെ വീണത് എന്നുള്ള മട്ടിലാണ് അവർ വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് ഒന്ന് തിരിച്ചങ്ങ് പോവുകയാണ്. പ്രിയങ്കയുടെ കൈ വീണ്ടും അങ്ങ് ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു വഴിയോരത്തിലൂടെ അങ്ങനെ ഒരുപാട് സ്ത്രീകളൊക്കെ ഇങ്ങനെ റോഡിലൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വഴിയിലൂടെ ഒരു സ്ത്രീ ഇങ്ങനെ നടന്നുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ത്രീനെ കണ്ടാൽ തന്നെ അറിയാം എന്തൊക്കെയോ ഭയങ്കര ക്ഷീണം പറ്റിയിട്ട് അങ്ങ് നടന്നുകൊണ്ട് വരികയാണ്. അപ്പോൾ അവർക്ക് എന്തൊക്കെയോ തലകറക്കം ഇങ്ങനെ തോന്നുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവർ സഞ്ചിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ് ആ റോഡിലൂടെ. അപ്പോൾ ആ സമയത്ത് അവർക്ക് ഇങ്ങനെ തല ചുറ്റലിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അവരവിടെ ആ റോഡിൽ അങ്ങ് വീണ് പോവുകയാണ്. അപ്പോൾ ആ സമയത്താണ് രാധിക നമ്മുടെ ഈ പൊതിച്ചോറൊക്കെ ഇങ്ങനെ വിതരണം ചെയ്ത് ഇങ്ങനെ ഓപ്പോസിറ്റ് ഇങ്ങനെ വണ്ടിയായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അവൾ ആ ഒരു കാഴ്ച കണ്ടിട്ട് മുന്നിലൊരു സ്ത്രീ ഇങ്ങനെ വീണ് കിടക്കുന്നതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അവിടെ അങ്ങ് വണ്ടി സ്റ്റക്കാക്കിയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ക്ലീൻ ചെയ്യുന്ന ആളുകളൊക്കെ അത് കണ്ടിട്ട് ഇങ്ങനെ ഓടി വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്ത് എന്തായാലും എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ്. ആരാണ് ആ സ്ത്രീ എന്നൊന്നും അറിയില്ല. അങ്ങനെ ഒരു അജ്ഞാതയായിട്ടുള്ളൊരു സ്ത്രീ അങ്ങനെ അവിടെ ബോധം കെട്ട് കിടക്കുകയാണ്. ഇനി ആ ഒരു സ്ത്രീയിലൂടെ ഇനി എന്തായാലും ഈ ശ്യാമയുടെ അടുത്തേക്ക് എത്താനുള്ള വല്ല ചാൻസും ആയിരിക്കും ആ സ്ത്രീ എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്കത് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്യാമ ആ ആശ്രമത്തിൽ വീണ്ടും അങ്ങനെ പുറത്തേക്ക് അങ്ങ് പോവുകയാണ്. അവർ ആ യൂണിഫോമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർ എനിക്ക് അമൃതനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ആശ്രമത്തിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോകാൻ നിൽക്കുകയാണ്. അപ്പം ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ കൂടിയിട്ട് എങ്ങോട്ടാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ശ്യാമ അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അമൃതയുടെ അടുത്തേക്ക് പോവുകയാണ്, അവളെന്നെ വിളിക്കുന്നുണ്ട്, എനിക്ക് വേറെ ആരോ കാണാനുണ്ട്, എന്നെ കാത്തിരിക്കുന്ന ആരോ ഉണ്ട്, ഞാൻ ആ കാത്തിരിക്കുന്ന ആളുടെ അടുത്തേക്ക് പോവുകയാണ്, അവരെന്നെ കാത്തിരിക്കുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഭ്രാന്തമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശ്യാമക്ക് എവിടെയോ എന്തൊക്കെയോ ഒരു ബോധമുണ്ട്. പക്ഷേ എന്താ ആരാ എന്നുള്ളൊരു യാതൊരു ധാരണയില്ലാതെയാണ് സംസാരിക്കുന്നത്. പക്ഷെ അവർ കാത്തിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ രാധികനെ ഉദ്ദേശിച്ചിട്ടായിരിക്കും. പക്ഷെ രാധിക എന്നുള്ള പേര് പറയാനുള്ള ആ ഒരു ബോധമൊന്നും ഇപ്പോൾ അവൾക്കില്ല. അപ്പോൾ അവളിങ്ങനെ ഭ്രാന്തമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാനും ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവളെ അങ്ങനെ അവിടെ പിടിച്ചു വെക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിലെങ്കിലും ഈ ശ്യാമ എങ്ങനെ അവിടെ നിന്ന് ആശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുക, എങ്ങനെ ആശ്രമത്തേക്ക് ഇനി രാധിക എത്തിച്ചേരുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, നാളെ കാണാം. ബൈ ഓൾ.